ജിദ്ദ അൽബിലാദ് ബാങ്കിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് ചാലിയം സ്വദേശി മുഹമ്മദ് അഷ്റഫ് ഭാര്യ ജസ്നയുടെ പേരിൽ ICICI ബാങ്കിന്റെ ഗുജറാത്തിലെ സൂറത്ത് ബ്രാഞ്ചിൽ ആരംഭിച്ച അക്കൗണ്ടിൽ നിന്നാണ് ഡ്യൂപ്ലിക്കേറ്റ് ATM കാർഡ് വഴി ക്യാഷ് പിൻവലിച്ചതായി കണ്ടെത്തിയത്. ഒരു വർഷം മുമ്പ് ഭാര്യയുടെ പിതാവിന് സൂറത്തിൽ ജോലിയായിരുന്ന സമയത്താണ് അഷ്റഫ് ഈ അക്കൗണ്ട് തുടങ്ങിയിരുന്നത്. 1.5 മാസം മുമ്പ് തുടർച്ചയായ 3 ദിവസങ്ങളിൽ 15 തവണകളായി ഏകദേശം 1.5 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്നും ATM കാർഡ് വഴി പിൻവലിച്ചതായി ഇദ്ദേഹം ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴി കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഒറിജിനൽ ATM കാർഡ് അഷ്റഫിന്റെ കൈവശം തന്നെയാണ് ഉണ്ടായിരുന്നത്. സംഭവത്തെക്കുറിച്ച് ബാങ്കിൽ വിവരം തിരക്കിയപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ATM കാർഡ് അക്കൗണ്ട് ഹോൾഡർ അപേക്ഷിച്ചതനുസരിച്ച് ഇഷ്യൂ ചെയ്തതായും ആ കാർഡ് ഉപയോഗിച്ചാണ് കാശ് പിൻവലിച്ചിരിക്കുന്നതെന്നുമാണ് ബാങ്ക് മറുപടി കൊടുത്തത്. എന്നാൽ മറ്റൊരു ATM കാർഡിനായി അപേക്ഷ തങ്ങളാരും ബാങ്കിൽ കൊടുത്തിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് ബാങ്കിൽ നിന്നും ഒരു വിവരവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും അഷ്റഫ് പറയുന്നു. മാത്രവുമല്ല, കാശ് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ബാങ്കിൽ പരാതി നൽകിയിട്ട് 1.5 മാസമായിട്ടും തൃപ്തികരമായൊരു മറുപടി ബാങ്ക് അധികൃതരിൽ നിന്നും ലഭിക്കുകയുമുണ്ടായില്ല. ഇതിൽ നിന്നെല്ലാം ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെയാണ് ക്യാഷ് പിൻവലിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കുന്നതായി അഷ്റഫ് പറയുന്നു. ഞാനിവിടെ ബാങ്കിൽ റെമിറ്റൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പല ആളുകളും പല പ്രവാസികളും ഇവിടുന്ന് 5000 ആയിട്ടും 10,000 ആയിട്ടും വളരെ 100 റിയാൽ 200 റിയാലായിട്ട് ഒരുപാട് ആളുകൾ ക്യാഷ് അയക്കുന്നുണ്ട്. അവരെ അക്കൗണ്ടിൽ ആ ക്യാഷ് ഉണ്ടോന്ന് പോലും ചെക്ക് ചെയ്യാൻ അറിയാത്തവരാണ് 90% ആളുകളും. ബാങ്കിന്റെ നിരുത്തരവാദപരമായ നടപടിക്കെതിരെ സൂറത്ത് പോലീസ് സ്റ്റേഷനിലും ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് ഇദ്ദേഹം. പ്രവാസികൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്ത് രംഗത്തുവരുന്ന ചെറുതും വലുതുമായ ബാങ്കുകൾ പക്ഷേ അവരുടെ നിക്ഷേപത്തിന് യാതൊരു ഗ്യാരണ്ടിയും നൽകുന്നില്ല എന്നതിന് പ്രത്യക്ഷ ഉദാഹരണമായിരിക്കുകയാണ് ഈ സംഭവം. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ.